നമ്മുടെ സ്കിന്നിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫുഡിനെ കുറിച്ച്. ഫുഡ് മീൻസ് നമുക്ക് നമ്മുടെ സ്കിന്നിന്, നമ്മുടെ ഫേസിന്, നമ്മുടെ ഏജിനനുസരിച്ച് നമ്മുടെ സ്കിന്നിന് കൊടുക്കാൻ പറ്റിയൊരു ക്രീമും സിറവുമാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമുക്ക് എപ്പോഴും നമ്മൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിക്കുന്നു, പക്ഷെ സ്ഥിരമായിട്ട് ചെയ്താൽ നമുക്ക് ശരിക്കും നമുക്ക് നല്ല മാറ്റം കാണാം. വെറും തുച്ഛമായ സാധനങ്ങൾ കൊണ്ട് നമ്മൾ DIY വീട്ടിലുള്ള സാധനങ്ങളോട് ചെയ്യുമ്പോൾ ഒരു ഇച്ചിരിയെങ്കിലും വ്യത്യാസം, ഒരു കെമിക്കലോ സൈഡ് എഫക്റ്റോ ഇല്ലാതെ ഒരു ഇച്ചിരിയെങ്കിലും വ്യത്യാസം കിട്ടുമ്പോൾ അതൊരു ഞെട്ടിക്കുന്ന റിസൾട്ട് തന്നെയായിട്ട് നമുക്ക് കൂട്ടാം അല്ലേ? അതിനാണ് നമ്മൾ പറയേണ്ടത് അല്ലേ? ഹായ്, ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. ഞാൻ കൊണ്ടുവരുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത്. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത്, എപ്പോഴും ഞാൻ പറയും ഒരു കോസ്റ്റും ഇല്ലാതെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച്, പക്ഷെ അങ്ങനെയല്ല. ഇന്ന് ഞാൻ ഇച്ചിരി വിലയുള്ള സാധനത്തിന്റെ കാര്യമാണ് പറയുന്നത്. കാരണം അത് നമുക്ക് ഒരിക്കലൊന്ന് വാങ്ങിച്ച് 1 ഗ്രാമെങ്കിലും വാങ്ങിച്ച് വെച്ചിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ, പൈക്കുകളും സിറമുകളും ക്രീമുകളും ഒക്കെ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇന്ന് പറയുന്നത് മറ്റൊന്നിനെ കുറിച്ചുമല്ല. ഞാൻ സാഫ്രോൺ, കുങ്കുമപ്പൂവ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലെ? നമുക്ക് കളർ കിട്ടാന്, നമ്മൾ ലേഡീസിനാണെങ്കിൽ അറിയാം, നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ നമുക്ക് അതൊക്കെ ചെയ്യേണ്ട രീതിക്ക് ചെയ്താലേ നമുക്ക് കളറ് കിട്ടുള്ളൂ. ഉള്ളിലോട്ട് കഴിക്കണം, ഇതൊക്കെയാണ്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വില കൂടിയ സ്പൈസസിൽ പെടുന്നതാണ് നമ്മുടെ സാഫ്രോൺ അഥവാ കുങ്കുമപ്പൂവ്. കുങ്കുമപ്പൂ ഇത്ര റിച്ച് ആകുന്ന എന്താണെന്നറിയാവോ? അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ കൊണ്ട് തന്നെയാണ്. കുങ്കുമപ്പൂ ഉള്ളിലോട്ട് കഴിക്കുന്നത് ഹെൽത്ത് ബേസ് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് നമ്മൾ പറഞ്ഞാൽ തീരത്തില്ല, അതുപോലെ ഗുണമുണ്ട്. ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് എങ്ങനെയാണ് നമുക്ക് സാഫ്രോൺ വാട്ടർ, സാഫ്രോൺ മിൽക്ക് ഇതൊക്കെ കഴിച്ചാൽ നമ്മുടെ സ്കിന്നിന് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് സാഫ്രോണിന്, മനസ്സിലായോ? അപ്പം നമ്മുടെ സാഫ്രോൺ എന്ന് പറയുന്നത് ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്. നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കും. പിന്നെ വൈറ്റമിൻ C ധാരാളം അതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആന്റി ഓക്സിഡന്റ് ധാരാളം ഉള്ളെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സ്കിന്നിന് കൊണ്ടുവരും, മനസ്സിലായോ? പിന്നെ അതിന്റെ ഈ സാഫ്രോണിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് എപ്പോഴും ബ്ലഡ് സർക്കുലേഷൻ നല്ലതാകുമ്പോൾ അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, നമ്മുടെ സ്കിന്നിനൊന്ന് മസാജ് കൊടുക്കണം, അപ്പൊ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടും, അപ്പൊ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആകും അല്ലേ? അതുവഴി ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷന് നടത്താനായിട്ട് ഏറ്റവും വലിയൊരു ഘടകമാണ് നമ്മുടെ ഈ സാഫ്രോണിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിമ്പിൾസ് നമ്മുടെ ഫേസിന് ഏറ്റവും നല്ല ഗുണകരമായിട്ടുള്ളതാണ്. ടാൻ മാറാനും പിഗ്മെന്റേഷൻ മാറാനും എല്ലാം വളരെ സഹായിക്കുന്ന ഒന്നാണ് സാഫ്രോൺ. അപ്പൊ ഈ സാഫ്രോൺ വെച്ച് ചെയ്യാവുന്ന ഒരു മോയ്സ്ചറൈസറും ഒരു സിറവുമാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിന് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമാണെന്നും, സത്യമായിട്ട് ഇത് നമ്മൾ സാഫ്രോണിന് 1 ഗ്രാമൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല വില കൊടുക്കണം. ആമസോണിന്നോ ശരിയായ സാഫ്രോൺ വാങ്ങിക്കുമ്പോഴത്തേനും അത് നമുക്ക് ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ ഒരു 3-4 എതളിന്റെ ആവശ്യമേ നമുക്ക് വരുന്നുള്ളൂ, മനസ്സിലായോ? അത് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. രാത്രി എൻ്റെ സാഫ്രോൺ തീരാറായിരുന്നു, പക്ഷെ എനിക്ക് 2 കൂടെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ഉള്ളതെല്ലാം കൂടെ ഒരു റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത് ഇതുപോലെ ഇന്നലെ രാത്രിയെ ഇട്ടിരുന്നു. കാണുന്നുണ്ടോ? നമ്മൾ ഇതുപോലൊരു നല്ലൊരു പാത്രം എടുക്കുക. അതിൻ്റെ അകത്തോട്ട് ഞാൻ 1 സ്പൂൺ നമ്മുടെ സാഫ്രോണിന്റെ ലിക്വിഡ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ അരിച്ചിട്ടില്ല, അങ്ങനെ തന്നെ എടുത്തിരിക്കുക. ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് വേണ്ടിയെന്ന് വെച്ചാൽ ഗ്ലിസറിൻ 1/2 ടീസ്പൂൺ. സ്പൂൺ വലുതാണ്, അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ.
അത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ? വേണ്ടിയത് ഇതിൻ്റെ അകത്തോട്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. അത് 2 ക്യാപ്സ്യൂൾ എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് മെയിൻ ആയിട്ട് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് ഇത് കണ്ടോ, കുങ്കുമാതിയുടെ ഓയിലാണ്. കുങ്കുമാതി തൈലം അല്ലെങ്കിൽ ഓയിൽ എന്നൊക്കെ പറയും. ഇതും കുങ്കുമാതി തൈലം എന്ന് പറയുന്നതും നമ്മുടെ സാഫ്രോണും ഒരു 21 ഒരു 10-20 ആയുർവേദ പ്രൊഡക്റ്റും കൂടെ ഉണ്ടാക്കുന്നതാണ് ഈ കുങ്കുമാതി ഓയിൽ. അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് അടങ്ങിയിരിക്കുന്നത് നമ്മുടെ സാഫ്രോൺ തന്നെയാണ്. ഈ സാഫ്രോണിന്റെ കൂടെ മഞ്ചിഷ്ട, അങ്ങനെ നമ്മുടെ രാമച്ചം, ലിക്വറിസ്, അങ്ങനെ ഒരുപാട് മെഡിസിൻ ആയുർവേദ ഇത് അടങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ ഈ കുങ്കുമാതി ഓയില്. അതിന് ഫില്ലർ ഇല്ല, അപ്പൊ നമുക്കൊരു കറക്റ്റ് കണക്കറിയത്തില്ല. അതുകൊണ്ട് ഈ ഫില്ലറിൽ നമുക്ക് എടുക്കാം. ഒരു 5 ഡ്രോപ്സ് എടുക്കാവേ. കാരണം ഇതെല്ലാം നല്ല കുങ്കുമാതി തൈലമാണെങ്കിലും കുങ്കുമാതി ഓയിലും 2 സെയിം ആണ്. ഇത് സാഫ്രോൺ ആണെങ്കിലും ഇച്ചിരി കോസ്റ്റ് ആണ്. നമുക്ക് അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ തന്നെ ഇതുപോലെ 100 രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് അത്യാവശ്യം ഇതുപോലെ ക്രീം ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ബേസ് ആയിട്ട് എടുക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിന്റെ അകത്തോട്ട് ഞാൻ കുറച്ച് റോസ് വാട്ടർ, നമ്മൾ ഓൾറെഡി റോസ് വാട്ടറിന്റെ അകത്താണ് നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുന്നത്, എന്നാലും ഒരു ശകലം റോസ് വാട്ടറും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണേ. അതും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതിന്റെ അകത്തോട്ട് ഗ്രേപ്പ് സീഡ് ഓയിലും കൂടെ, നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ ഒഴിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, ഒഴിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇതിനകത്തൊരു 3 തുള്ളി ഗ്രേപ്പ് സീഡ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പൊ ഗ്രേപ്പ് സീഡ് ഓയിൽ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ, അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ, നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു 5-6 ഡ്രോപ്സ് ഉപയോഗിക്കുക. ഇനി ഓയിലി സ്കിൻ ആണെങ്കിൽ അത് ഒഴിക്കണമെന്ന് നിർബന്ധമേ ഇല്ല കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കേണ്ടത് നമ്മുടെ അലോവേര ജെല്ലാണ്. അപ്പൊ നമുക്ക് ഇത്രയും ലിക്വിഡ് ഉണ്ടല്ലോ, അതനുസരിച്ചുള്ള അലോവേര ജെല്ല് നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. വാങ്ങിച്ചു വെച്ചാലും അതിന്റെ ഒരു 3-4 ആ നൂല് പോലത്തുള്ള ഇത് മാത്രം നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചാൽ മതി. ഇതിപ്പോ ഞാൻ ശരിക്കും ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കൊരു ഗോൾഡൻ ക്രീമായിട്ട് നമുക്ക് കിട്ടും. എന്നും നൈറ്റിൽ ഇതൊന്ന് ഉപയോഗിച്ച് നിങ്ങൾ ഒരു 2 ആഴ്ച ആകുമ്പോഴേ നിങ്ങളുടെ ഫേസിന്റെ മാറ്റം നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് പുറത്ത് വെച്ച് വേണേലും ഉപയോഗിക്കാം, പക്ഷെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെച്ചോ. നമ്മൾ DIY സാധനങ്ങളല്ലേ, അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ബാഡായിട്ട് എന്തെങ്കിലും ഒരു ബാക്ടീരിയയോ എന്തെങ്കിലും പൂപ്പലോ എന്തെങ്കിലും പിടിച്ചാൽ അത് നമ്മുടെ ഫേസിന് ദോഷം ചെയ്യും. അതുകൊണ്ട് ഫ്രീ ആയിട്ടൊരു എനിക്ക് ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ഇതിൻ്റെ അകത്ത് ഇപ്പൊ ഞാൻ 3 ടീസ്പൂൺ അലോവേര ജെല്ല്, ഞാൻ ഉപയോഗിക്കുന്ന അലോവേര ജെല്ല് വിഷ് കെയറിന്റെ ഒരു കളർ മാറ്റവും ഇല്ല, നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് വിഷ് കെയറിന്റെ അലോവേര ജെല്ല്.
ശരിക്കും ഇത് നമ്മൾ ഒരു മാസം, നമ്മളൊരു 7 days തന്നെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലെ ഗ്ലോ. ഞാൻ 4 ടീസ്പൂൺ അലോവേര ജെൽ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് പിന്നെ സാഫ്രോണിന്റെ എക്സ്ട്രാക്ട് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഒരു 4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ടോ, നല്ലൊരു ക്രീമായിട്ട്, ഇത് കണ്ടോ, കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ക്രീം പോലെ നല്ലൊരു ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിവിടെ ഇരുന്നൊന്ന് സെറ്റ് ആകട്ടെ. ഇനി നമുക്ക് സിറം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഇതിപ്പോ ഞാൻ ഒരു സ്പൂൺ എടുത്താണ്. ആ ബാക്കി ഇതിലോട്ട് തന്നെ നമുക്ക് ആ പാത്രത്തിൽ തന്നെ എടുക്കാം. ഞാൻ വേറെ പാത്രം എടുക്കുന്നില്ല, കാരണം അത് മൊത്തം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഗ്ലിസറിൻ ഒഴിക്കണം. ഇതും പറഞ്ഞ പോലെ 1/2 ടീസ്പൂൺ ഗ്ലിസറിൻ ഒഴിക്കുകയാണ്. റോസ് വാട്ടർ 1 ടീസ്പൂൺ റോസ് വാട്ടർ ഞാൻ ഒഴിക്കുവാണ്. ഇത് കണ്ടോ, ഇങ്ങനെ റോസ് വാട്ടർ ഒഴിച്ച് നമ്മൾ ഗ്ലിസറിനും റോസ് വാട്ടറും നമ്മുടെ സാഫ്രോണിന്റെ എക്സ്ട്രാക്റ്റും കൂടെ നമ്മൾ ഒഴിച്ചു. ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒരു വൈറ്റമിൻ ഇ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം നമുക്ക് ഒരുപാട് സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. നമ്മൾ 2 ആഴ്ചത്തേനുള്ളതാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും ഇത് മിക്സ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ അകത്ത് നമ്മൾ കുങ്കുമാതി ഓയില് ഒരു 2 ഡ്രോപ്സ് മതി. 1, 2. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഒരു 2 ഡ്രോപ്സ്, ഒരുപാട് വേണ്ട, 2 ഡ്രോപ്സ് അവക്കാഡോ ഓയിലാണ്. അത് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതില്ലെങ്കിലും ഏറ്റവും ബെസ്റ്റ് ആണ്. ശരിക്കും നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അലോവേര ജെല്ല് 1 ടീസ്പൂൺ ഞാനൊന്ന് ആഡ് ചെയ്ത്, നമുക്ക് ക്രീം ആക്കണ്ട, നമുക്കിത് സിറമാണ്. അപ്പൊ അതനുസരിച്ച് തന്നെ ഇത് എക്സ്ട്രാ ബെസ്റ്റ് ആണ് നമ്മുടെ സ്കിന്നിന്. നല്ലൊരു സിറം കൺസിസ്റ്റൻസിയിലും ഇത് കണ്ടോ ഒത്തിരി ഇത് നല്ലൊരു ക്രീം നമ്മൾ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കയ്യിലൊന്ന് ഞാൻ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇത് എപ്പോഴും കേട്ടോ, എല്ലാ ദിവസവും നൈറ്റിലാണെങ്കിലും മോർണിംഗിലാണെങ്കിലും നിങ്ങൾ ഇത് ഉപയോഗിക്കണം. ഒരാഴ്ച കഴിയുമ്പോഴേ നിങ്ങൾക്കത് വ്യത്യാസം മനസ്സിലാവും. ഇത് കണ്ടോ, ശരിക്കും നമ്മുടെ കയ്യില് തേച്ച് പിടിപ്പിക്കണം. കണ്ടോ, ശരിക്കും നല്ലൊരു ഗ്ലോ കിട്ടും. തന്നെ അത് അബ്സോർവ് ആയി പോവുകയും ചെയ്യും. കണ്ടോ, ഇനി നമുക്ക് ഇതിന്റെ അകത്തോട്ട് ഇനി നമുക്ക് സിറം നമുക്ക് ഇതുണ്ടോ, ശരിക്കും ഒരു ഗോൾഡൻ യെല്ലോ കളർ അല്ലേ. നമുക്കിത് ഒട്ടും കളയാനില്ല, അത്രത്തേലും നമുക്ക് ഗുണമുള്ള സാധനമാണ്. അത് ഒട്ടും കളയാതെ തന്നെ നമ്മൾ ഒഴിക്കണം. ഇതിപ്പോ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് കണ്ടോ, ഒരു സിറം കൺസിസ്റ്റൻസിയിലാണ്. ഇത് കണ്ടോ, ഈ സിറം ഇട്ട് കണ്ടോ, നമുക്ക് ഏറ്റവും നമ്മുടെ സ്കിന്നിനും ഏറ്റവും നല്ലൊരു ഹൈഡ്രേഷൻ തരാനും നമ്മുടെ സ്കിന്നിന് ബ്ലഡ് സർക്കുലേഷൻ നടത്തി നമ്മുടെ പിഗ്മെന്റേഷന്, റിങ്കിൾസ്, ഫൈൻ ലൈൻസ് എല്ലാം മാറാനായിട്ട് ഇത് ഏറ്റവും ബെസ്റ്റ് ആണ്. അപ്പൊ ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും സിറം എങ്ങനെ ഉണ്ടാക്കുന്നതിനും എന്തൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെന്നും ഞാൻ
ഞാൻ ഇതിൻ്റെ സിറമായിട്ട് ഉപയോഗിച്ചതിൻ്റെ ഇടയ്ക്ക് ഈ ക്രീമിന്റെ തന്നെ എക്സ്ട്രാ സാധനങ്ങൾ തന്നെയാണ്. പിന്നെ അവക്കാടോ മാത്രമേ ഉള്ളൂ, ഓയിൽ മാത്രമേ ഉള്ളൂ എക്സ്ട്രാ ചേർത്തിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലൊരു സിറം പോലെ ആദ്യം അപ്ലൈ ചെയ്തിട്ടിടുമ്പോഴും പെട്ടെന്ന് നമ്മുടെ സ്കിന്നിന് അബ്സോർവ് ആയിട്ട് നമുക്ക് ശരിക്കും നല്ല ഗുണങ്ങൾ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ആ സിറം ആ കണ്ടി തന്നെ ഞാൻ മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് സിറം ഉണ്ടാക്കുന്നതും ക്രീം ഉണ്ടാക്കുന്നതും നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ. എല്ലാവരും ഇത് കണ്ടോ, ശരിക്കും നമ്മുടെ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ക്രീം പോലെ നമുക്ക് കിട്ടും. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് രാവിലെ വൈകിട്ടും നമ്മളൊക്കെ സ്കിൻ കെയറിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. ഒരു 7 days കഴിയുമ്പോഴേ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ഫേസിൽ അത് മനസ്സിലാക്കാൻ തുടങ്ങും. ഞാനിപ്പോൾ കയ്യിലിട്ട് കാണിച്ചാലും നമുക്കൊരു യെല്ലോയിഷ് ഉണ്ട്, അത് തന്നെ അങ്ങ് അബ്സോർവ് ആയി പോകുമ്പോൾ അതങ്ങ് പൊക്കോളും. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ, താങ്ക് യു.